മമ്മൂട്ടി അവാർഡിന് പോലും പരിഗണിക്കാതിരുന്ന നിരവധി അവസരങ്ങളുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. പത്തേമാരി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമയിൽ അവസാന റൗണ്ടിൽ അദ്ദേഹം വന്നതാണ്, അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോകായിരുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമകൾക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. മലയാളത്തിൽ നിന്നൊരു നടൻ കിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇത്തവണ കിട്ടിയത്, ഇത്തവണ കിട്ടിയതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയല്ലോ, ഇത്തവണയാണ് അത് കിട്ടിയത്. പത്മഭൂഷൺ കിട്ടിയപ്പോൾ ദുൽഖർ സൽമാനും മമ്മൂട്ടിയൊക്കെ പോയി മോദിയെ കണ്ട് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അപ്പോൾ മമ്മൂട്ടി ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ളതിനർത്ഥം മമ്മൂട്ടിയും ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി കൂടുതൽ അടുത്തു എന്നാണ് അതിനർത്ഥം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയോധ്യ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അക്ഷതവുമായി വരുമ്പോൾ അറസ്റ്റുകാരെ സ്വീകരിക്കുന്നു. കേൾക്കുന്നൊരു കഥ, അദ്ദേഹം അർത്ഥത്തിൽ BJP മാർസുമായിട്ട് കുറേ കൂടി അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ കസ്റ്റംസിൻ്റെ റെയ്ഡൊക്കെ നമുക്കറിയാം. ആ കേസ് പിന്നെ എവിടെയും ഇല്ലാതായി പോയതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ സുഖിപ്പിച്ച് നിൽക്കുന്നവർക്ക് അവാർഡ് കിട്ടൂ എന്നുള്ളതെങ്കിൽ മമ്മൂട്ടി അതിനും തയ്യാറാണ് എന്നാണോ ഈ അവാർഡ് കൊണ്ട് ലക്ഷ്യമാകുന്നത് നമുക്കറിയില്ല. പക്ഷേ മമ്മൂട്ടി ഇത്തവണ പരിഗണിച്ചതിന് പിന്നിൽ ഭരണകൂടം അദ്ദേഹത്തോട് കുറേ കൂടി സഹാനുഭൂതിയോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തെ പരിഗണിച്ചേക്കാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതർവൈസ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിൽ അദ്ദേഹം നിരാശനാണ് ഒരു പരിധി വരെ. അദ്ദേഹത്തിൻ്റെ സിനിമകളോ ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായില്ല, ഇതിനു മുമ്പ് ഇറങ്ങിയ നല്ല സിനിമകളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ പരിഗണിച്ചു തുടങ്ങുന്നു എന്നുള്ളതിനർത്ഥം ആ ഒരു അടുപ്പമാണെന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. മറ്റൊന്ന്, മലയാളം സിനിമ അങ്ങനെ ഭ്രമയുഗം ഒഴിച്ചു നിർത്തിയല്ല, ഒരുപാട് സിനിമകൾ തള്ളപ്പെട്ടിട്ടുണ്ട്. പൊതുവായ മഞ്ഞുമൽ ബോയ്സ് വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള, തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം. കിഷ്കിന്ദ കാണ്ഡം അങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളുണ്ട്, അതൊക്കെ പിന്തള്ളപ്പെട്ടു പോയി. ഇപ്പോൾ നാഷണൽ അവാർഡിൽ മലയാള സിനിമ പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കരയുന്നതിലൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് പരിഗണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്തരം സിനിമകൾ ആർട്ടിക്കിൾ 370 പോലെ, കേരള സ്റ്റോറീസ് പോലെ, കശ്മീർ ഫയൽസ് പോലെ ഉള്ള സിനിമകൾ ഇറങ്ങിയാൽ അത് പരിഗണിക്കപ്പെടും. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയായി ഇപ്പോഴും മലയാളം മാറിയിട്ടില്ല, തമിഴും മാറിയിട്ടില്ല. പിന്നെ ഭരണകൂടത്തെ സംബന്ധിച്ച് പിന്നെ താല്പര്യമുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തെലുങ്കാണ്. ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തെലുങ്കിനെ വലിയ തോതിൽ അവർ പ്രോത്സാഹിപ്പിക്കും. ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ഇതിനാണെന്നറിയോ? പുഷ്പ 2 താഴത്തില്ലട എന്ന് ഡയലോഗ് എഴുതുന്നതിനാണ് അവാർഡ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് അവസ്ഥ. കൽക്കി മികച്ച എൻ്റർടൈനർ സിനിമയാണ്. കൽക്കി അത് ഒരുപാട് പണം വാരിയ സിനിമയാണ്. കൽക്കി 600 കോടി മുടക്കി 1500 കോടിയൊക്കെ 1200 കോടി ഏൺ ചെയ്ത സിനിമയാണ്. അപ്പോൾ തെലുങ്കിനെ പ്രത്യേകമായി, അതായത് സൗത്തിൽ സംഘപരിവാർ കണ്ണുവച്ചിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക്. കാരണം അത്തരം തീമുകൾ, നാഷണലിസ്റ്റിക് തീമുകൾ, പുരാണ ചിത്രങ്ങൾ, ഇതൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രി എന്ന നിലയിൽ തെലുങ്കിനോട് സവിശേഷമായൊരു താല്പര്യം സംഘപരിവാറിനുണ്ട്. ഒരുപക്ഷേ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വാതിലായിരിക്കും തെലുങ്ക് സംഘപരിവാറിനെ സംബന്ധിച്ച്. മറ്റൊരർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ എൻട്രിക്ക് ശ്രമിക്കുന്നുണ്ട്. അമ്മയിലെ വിവാദമൊക്കെ നമുക്കറിയാമല്ലോ. തമിഴിലാണ് അവർക്ക് തീരെ പറ്റാത്തത്, അതുകൊണ്ടാണ് തമിഴ് തീരെ അവഗണിച്ച് കളഞ്ഞത്. തമിഴിൽ നിന്ന് ധാരാളം അവാർഡ് കിട്ടാവുന്ന സിനിമകൾ 2024 തീരെ അവഗണിച്ച് കളഞ്ഞു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല എന്നോർത്ത് കലാകാരന്മാർ വിഷമിക്കേണ്ട ഒരു കാലത്തല്ല അവർ ജീവിക്കുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന കലാകാരന്മാരാണെങ്കിൽ അത് കിട്ടാതിരിക്കലാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്.